നമസ്കാരം. ധർമ്മപദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കണിക്കൊന്നകൾ പൂത്തുനിൽക്കുന്ന ഈ മേടമാസത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ഇത്തവണ ഒരു ചെറിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തവണ വിഷു മേടം ഒന്നൊഴിവാക്കി മേടം 2-ാം തീയതിയായ ഏപ്രിൽ 15 മാറിയത്? ഇതിന് പിന്നിലെ ശാസ്ത്രീയവും ജ്യോതിഷപരവുമായ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിവസമാണ് നാം വിഷുവായി ആഘോഷിക്കുന്നത്. ഇതിനെ മേടസംക്രാന്തി എന്ന് വിളിക്കുന്നു. സാധാരണയായി ഇത് മേടം 1-ാം തീയതിയാണ് സംഭവിക്കാറുള്ളത്. എന്നാൽ ചില വർഷങ്ങളിൽ സൂര്യന്റെ രാശിമാറ്റം അല്ലെങ്കിൽ ഈ സംക്രമം നടക്കുന്നത് 1-ാം തീയതി പകൽ പകുതിക്ക് ശേഷമോ രാത്രിയിലോ ആയിരിക്കും. ജ്യോതിശാസ്ത്രപരമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ മേടം 1-ാം തീയതി, അതായത് ഏപ്രിൽ 14 സൂര്യോദയ സമയത്ത് സൂര്യൻ മേടം രാശിയിലെത്തിയിട്ടില്ല. അന്ന് പകൽ ഏകദേശം മധ്യഭാഗം കഴിഞ്ഞ ശേഷമാണ് സൂര്യന്റെ സംക്രമം നടക്കുന്നത്. നമ്മുടെ ആചാരപ്രകാരം സൂര്യോദയ സമയത്ത് സൂര്യൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ ദിവസത്തെ അടിസ്ഥാനമാക്കിയാണ് ആഘോഷങ്ങൾ നിശ്ചയിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഏപ്രിൽ 15 ബുധനാഴ്ച സൂര്യോദയ സമയത്താണ് സൂര്യൻ പൂർണ്ണമായും മേടം രാശിയിൽ ഉദിച്ചുയരുന്നത്. ഇതുകൊണ്ടാണ് ഇത്തവണത്തെ വിഷുക്കണിയും വിഷു ആഘോഷവും മേടം 2-ാം തീയതിയായ ഏപ്രിൽ 15 നിശ്ചയിക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ചുരുക്കത്തിൽ, ജ്യോതിശാസ്ത്രപരമായ ഈ കൃത്യത പാലിക്കുന്നതിനാണ് നാം ഏപ്രിൽ 15 വിഷു ആഘോഷിക്കുന്നത്. ഏപ്രിൽ 14 രാത്രിയിൽ കണിയൊരുക്കി വെച്ച് 15 പുലർച്ചെ കണി കാണുന്നതാണ് ഉചിതം. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും പങ്കുവെക്കുക. ഏവർക്കും ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ധർമ്മപദം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.